നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾ ആക്ച്വലി എന്തോ ഒരു പോയിന്റിൽ സ്റ്റക്കാണ്. എങ്ങനെ ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പോയിന്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ബട്ട് ബിഫോർ സ്റ്റാർട്ടിങ് ദ വീഡിയോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആക്ച്വലി ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ്സിനോടൊരു ഡിസയർ ഉണ്ട് മനസ്സിൽ, അതുപോലെ തന്നെ നിങ്ങൾക്കതിനൊരു സ്കില്ലും ഉണ്ട്, ഒരു ബിസിനസ് ചെയ്യാനൊരു സ്കില്ലും ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് എ മാൻ കുഡ് എവർ ഹാവ്. ബിക്കോസ് ഞാൻ എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. അതായത് ഒരു ബിസിനസ്സിനോടുള്ളൊരു ഡിസയർ. ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും പൈസ എന്നുള്ളൊരു സംഭവം മാത്രമല്ല, ആ ബിസിനസ്സിനോടുള്ളൊരു ഡിസയർ പ്ലസ് അതിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് സ്കില്ല് കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് എ മാൻ കുഡ് എവർ ഹാവ്. ബിക്കോസ് നിങ്ങൾക്കറിയാം, ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നത്തിങ്, ഒരു ബയോണ്ട് ഒരു ലെവലിനേക്കാളും മേലിലേക്ക് കോർപ്പറേറ്റ് നല്ലതല്ല എന്നൊന്നും പറയുന്നില്ല. കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് റിസ്ക് ഫാക്ടേഴ്സ് കുറവാണ്, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം കിട്ടും, അതുപോലെ കുറേ നല്ല സേഫർ സൈഡിൽ നിങ്ങൾക്ക് ജോബിൽ പോകാം. ദർ ഈസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ്. ബട്ട് നിങ്ങൾക്കൊരു ബയോണ്ട് ഒരു സംതിങ്, ഒരു ലെവലിനേക്കാളും അപ്പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ഡ്രീം ബിഗ് ആ ഒരു സംഭവമൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു എവർ ഹാവ്. ആൻഡ് ഓൾസോ ഞാൻ വേറൊരു കാര്യം പറയാം, ഇതിൽ കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് അത് ഒരു കോർപ്പറേറ്റ്സിനും ഒരു ജോബ്സിനും ഒരു ഹൈ പേയിങ് ജോബിനും കിട്ടാത്ത അത്രയും അഡ്രിനാലിൻ റഷ് നിങ്ങൾക്ക് വേണ്ടി തന്നെ ജോബ്, അതായത് നിങ്ങൾക്ക് വേണ്ടി തന്നെ പണിയെടുക്കുമ്പോൾ ഏത് 3 മണിക്ക് എണീച്ച് പണിയെടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലും എക്സൈറ്റിംഗ് ആയിരിക്കും ഇഫ് യു ട്രൂലി ലവ് യുവർ ബിസിനസ്. ഇത് പറയുന്നതോടുകൂടി തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം ഫ്രം എവിടെയാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, സ്റ്റക്കാവുന്ന പാർട്ടിന് മുമ്പ് മുതൽ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ 3 രീതിയിൽ ഞാനിതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്ലാനിങ് പാർട്ട്, ദെൻ എക്സിക്യൂഷൻ പാർട്ട്, ദെൻ മൂന്നാമത്തേതാണ് കുറച്ച് നമുക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ മുമ്പ് തന്നെ ആസ് എ ബിസിനസ് ഓണർ നിങ്ങളിപ്പോൾ അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്തോ അല്ലെങ്കിൽ ഇതൊക്കെ അറിയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഹയർ ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങളിൽ അവർ ആ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു നോളജ് വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്ത് അക്കൗണ്ട്സ് ഫുള്ള് ഏൽപ്പിക്കുകയാണെങ്കിൽ പോലും യു ഹാവ് ടു നോ ദ ബേസിക് ഫൈനാൻസ്. അതറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ദ ബിസിനസ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഫെയിൽ. സോ പ്ലാനിങ് പാർട്ട് ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞില്ലേ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്ലാനിങ്ങിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളതിൻ്റെ പ്രൊസീജിയറിൽ എത്തി നിൽക്കണോ, എന്തും ആവട്ടെ, ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് വാട്ട് ആർ യു ഗോയിങ് ടു സെൽ. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ പ്രൊഡക്റ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് വേറൊരാൾ എൻ്റെ പോക്കറ്റിൽ നിന്നും എൻ്റെ പൈസ എടുത്തിട്ട് നിങ്ങളുടെ പോക്കറ്റിലേക്ക് എടുത്തു വെച്ച് തരണം? ആ ഒരു സെല്ലിംഗ് പോയിന്റ് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിനുണ്ടോ? എന്താണ് ആ സെല്ലിംഗ് പോയിന്റ്? അല്ലെങ്കിൽ മാർക്കറ്റിൽ XYZ പ്രൊഡക്ട്സ് ഉണ്ട്, അതിൽ നിന്നും ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, അതിൽ നിന്നും നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഈ 2 ക്വസ്റ്റ്യന് ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, 90% ഓഫ് ബാക്കി എവറിതിങ് എന്ത് പൊളിഞ്ഞു കഴിഞ്ഞാലും ഈ 2 ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എന്തും പൈസ കൊടുത്ത് ഒരു പരിധി വരെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ. ഓക്കെ, സോ ഇഫ് യു ഹാവ് ദി ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. സോ ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തി, മാർക്കറ്റിൽ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ കുറച്ച് ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിലും റേസ് ചെയ്യുക. ആൻഡ് ദാറ്റ് കംസ് ടു ദ സെക്കൻഡ് പാർട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കണ്ടെത്തി, പ്രൊഡക്റ്റ് എങ്ങനെയാണ്, അടിപൊളി പ്രൊഡക്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സെക്കൻഡ്ലി, നിങ്ങൾ എങ്ങനെയാണ് ഇതിന് മാർക്കറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. എന്തിനൊക്കെ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വരും?
എത്രത്തോളം മണി ആവശ്യം വരും, ഇനി എവിടെ നിന്നാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. എത്ര എമൗണ്ട് ഞാൻ റേസ് ചെയ്യണം ആൻഡ് എവിടെ നിന്ന് റേസ് ചെയ്യണം. ഓക്കെ, എത്ര എമൗണ്ട് റേസ് ചെയ്യണം ഇറ്റ്സ് ആക്ച്വലി അപ് ടു യു. ബിക്കോസ് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് അതിനനുസരിച്ചിരിക്കും. സോ ഇതൊക്കെ നോക്കിയിട്ട് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ളത് നോക്കണം. ഇനി ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഒരു റൂള് ഞാൻ പറഞ്ഞുതരാം, ദാറ്റ് ഈസ് ജനറലി ആപ്ലിക്കബിൾ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ സാലറി, അല്ലെങ്കിൽ റെൻ്റ് ഉണ്ടെങ്കിൽ റെൻ്റ്, അതുപോലെ എന്താണോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു മാസം ഇൻറ്റു 6, അതായത് 6 മാസത്തേക്കുള്ള ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് കയ്യിലില്ലാതെ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. മനസ്സിലായോ? അതായത് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഈ ബിസിനസ് റൺ ചെയ്തു പോകാൻ എത്ര ചിലവ് വരുമെന്നാണ്, അത് ഇൻറ്റു 6 മന്ത്സിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ ബാലൻസ് ആയിട്ട് അക്കൗണ്ടിൽ വേണം. ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഓൾസോ അപ് ടു യു. അതായത് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ സേവിങ്സ് ആയിട്ടോ മറ്റേതെന്തെങ്കിലും ആയിട്ടോ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ദെൻ ക്ലോസർ ഫ്രണ്ട്സോ ഓർ റിലേറ്റീവ്സ് ഓർ ഫാമിലി, സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ ആൻഡ് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്ത ഓപ്ഷനാണ് ഫൈനാൻസിങ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസ് എന്നോ ലോൺസോ ആയിട്ടോ ഫൈനാൻസ് ചെയ്യുക. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഫൈനാൻസിലേക്ക് പോവാതെ ഇങ്ങനെ എന്തെങ്കിലും സേഫർ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അതായത് ഇനി അതും റിലേറ്റീവ്സിൽ നിന്നൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു 10% നിങ്ങളുടെ കമ്പനിയുടെ ഷെയറോ എന്തിനെങ്കിലും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ ഇൻ കേസ് ഇഫ് കമ്പനി ഫെയിൽസ് ഓൾസോ അവരുടെ തലയിലായിരിക്കും റിസ്ക്. ഓക്കെ, അങ്ങനെ ആ ഒരു രീതിക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ആൻഡ് ഓൾസോ ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. ഇത് 2025 ആണ്. ഇന്ന് ആക്ച്വലി നമുക്ക് ഒരു ക്യാപിറ്റൽ ഏകദേശം ഇല്ലാതെ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സുകളാണ് ഉള്ളത്. അതായത് ഒരു പ്ലേസ് റെൻ്റ് ഔട്ട് ചെയ്യാതെയോ ഫിസിക്കലി തന്നെ ഒരു പ്ലേസ് ആദ്യമേ റെൻ്റ് ഔട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൺ പ്രൊഡക്റ്റ് പോലും ഇല്ലാതെ ആമസോൺ മോഡലിൽ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. സോ ആക്ച്വലി അങ്ങനത്തെ ഒരുപാട് സാധ്യതകളുണ്ട്. അതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടും സ്റ്റിൽ യു വാണ്ട് ക്യാപിറ്റൽ റൈസ് ഫ്രം ദീസ് ഓപ്ഷൻസ്. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാർട്ട്നേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ 100% എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒരു 25% എടുത്തു, അല്ലെങ്കിൽ 50% നിങ്ങൾ എടുത്തു, ബാക്കി 50% നിങ്ങൾക്ക് വേറെ രീതിയിൽ റൈസ് ചെയ്യുക. ദാറ്റ് കംസ് ടു ദ തേർഡ് പോയിന്റ്. ആർ യു ഡൂയിങ് ഇറ്റ് അലോൺ ബൈ യുവർ സെൽഫ് ഓർ യു ആർ ഹാവിങ് സം പാർട്ട്നേഴ്സ്? അതായത് നിങ്ങളിത് ഒറ്റയ്ക്കാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്നേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? പാർട്ട്നേഴ്സ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് അതർ പാർട്ട്നേഴ്സ്. ബിക്കോസ് നിങ്ങൾക്ക് ആദ്യത്തെ ഇത് മനസ്സിലാവില്ല. ബട്ട് ആലോചിച്ച് നോക്കുക, സപ്പോസ് ഇഫ് യുവർ കമ്പനി ഒരു 100 കോടി മാർക്കിലേക്ക് എത്തി, 100 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനി എത്തി. സോ അന്നേരം നിങ്ങൾക്കറിയാം ഇതിന് മേജർ പാർട്ടും മേജർ ഹെഡും മേജർ ബ്രെയിനും എല്ലാം നിങ്ങളായിരുന്നു. പക്ഷേ 100 കോടി എത്തിയ സമയത്ത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ വന്നിട്ട് ആ പാർട്ട്ണർ വെറുതെ ഹീസ് റിസീവിങ് 50%. അതായത് 100 കോടിയിൽ നിന്നൊരു 50 കോടി വെറുതെ കൊടുക്കണ സമയത്ത് നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടാവും, ഈസ് ഹി റിയലി ഡിസേർവിങ് ദാറ്റ് എമൗണ്ട് എന്നുള്ള രീതിക്ക്. സോ നല്ലോണം ചിന്തിക്കുക. ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ പാർട്ട്ണർക്ക് വേണ്ട കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ആ ബിസിനസ്സിന് റെലവൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഈ പാർട്ട്നേഴ്സിലുണ്ടോ, ഇതെല്ലാം. അതേപോലത്തെ ഹൗ റിലയബിൾ ഹീസ്, ട്രസ്റ്റ്വർത്തി ആണോ, അതുപോലെ തന്നെ ഇട്ടേച്ച് പോകുന്ന ആളാണോ, ഇതുപോലെ എല്ലാ കാര്യങ്ങളും അസസ് ചെയ്തിട്ട് മാത്രം പാർട്ട്ണറെ ചൂസ് ചെയ്യുക. കാരണം മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഫെയിൽ ഡ്യൂ ടു ദി പാർട്ട്ണർഷിപ്പ് കോൺഫ്ലിക്ട്സ്. അതേപോലെ തന്നെ നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ആണോ അവർക്കുള്ളത്. സോ കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത് നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ തമ്മിൽ. എബവ് ഓൾ കമ്പനി ഓർ പ്രൊഡക്റ്റ് കംസ് ഫസ്റ്റ്. ഇതായിരിക്കണം 2 പേരുടെയും അല്ലെങ്കിൽ 3 പേരുടെയും അല്ലെങ്കിൽ 4 പേരുടെയും ഒറ്റ ഇൻട്രസ്റ്റ്. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കമ്പനി ഫസ്റ്റ്, ദെൻ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ വരുത്തുക.
സോ അങ്ങനത്തെ രീതിയിലുള്ള പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുക. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ഇനി പ്ലാനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം തീരുമാനിച്ചു, ഈ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് തീരുമാനിച്ചു, ഇത്രയും പെർസെൻറ്റേജ് ആണ് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ വിചാരിച്ചു. നെക്സ്റ്റ് നിങ്ങൾ ആക്ച്വലി മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ്, എക്സിക്യൂഷൻ പാർട്ട്. സോ നിങ്ങൾ ആദ്യം പോയിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഇഫ് ലൊക്കേഷൻ ഈസ് നീഡഡ് ഫോർ ദിസ് പർപ്പസ്, ഞാനൊരു എക്സാമ്പിളായിട്ടൊരു ഷവർമ ഷോപ്പോ ഓർ സംതിങ് ഒരു ഫുഡ് ട്രക്കോ എന്തെങ്കിലും തുടങ്ങുന്ന രീതിക്കുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഷവർമ ഷോപ്പ് ഒരു ഫുഡ് ട്രക്കായിട്ടാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷനായിട്ട് ഫുഡ് ട്രക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആക്സസിബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി കൊണ്ടിടാം, പാർക്ക് ചെയ്തിടാം. ചില പെർമിഷൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കച്ചവടം ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് മാറ്റിയിടാം. ബട്ട് അതർ ഷോപ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വൺസ് നമ്മൾ ആ ഒരു സ്ഥലത്ത് നിങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വേറൊരു സ്ഥലത്തേക്ക് പോകൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ ആ രീതിയിൽ ലൊക്കേഷൻ പഠിക്കാൻ വേണ്ടി 100 കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. 360 ഡിഗ്രിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഈ ലൊക്കേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആക്ച്വലി നമ്മുടെ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണോ എന്നുള്ള രീതിയിൽ ഒരു മാർക്കറ്റ് റിസർച്ച് തന്നെ വേണം. അതേപോലെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് സപ്പോർട്ടീവ് ആണോ, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ ആണോ, ഇതെല്ലാം ആലോചിക്കുക. കാര്യങ്ങൾ നാട്ടുകാരെ മനസ്സിലാക്കുക, കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക, കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദി ലൊക്കേഷൻ. ആൻഡ് ഓൾസോ ഈ ലൊക്കേഷനിൽ ഇപ്പോൾ നിങ്ങൾ റെൻറ്റ് കൊടുത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ റെൻറ്റ് ആക്ച്വലി അഫോർഡബിൾ ആണോ അക്കോർഡിംഗ് ടു യുവർ പ്രൊഡക്റ്റ് ലൊക്കേഷൻ. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, ലൊക്കേഷനിൽ തന്നെ വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ. നിങ്ങളിത് റെൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഫുഡ് ട്രക്ക് പോലത്തെ ഒരു രീതിയിലാണോ സ്റ്റാർട്ട് ചെയ്യണത് എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടീംസിനെ ഏൽപ്പിച്ചിട്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം ചെയ്യിപ്പിക്കാൻ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാൻ നോക്കാം മാക്സിമം. അതായത് കിച്ചൺ എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരും ഫുഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ സേഫ്റ്റി ആൻഡ് റെഗുലേഷൻസിൻ്റെ സംഭവങ്ങൾ, ക്ലയൻസ്, അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് കുറച്ച് നാൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ലൊക്കേഷനുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ സംഭവമാണ് hire people if needed. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ആക്ച്വലി നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അത്ര നിങ്ങൾക്ക് അറിയുന്നത് പോലെ മറ്റാർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ഒരു ചെറിയൊരു ഈ ഫുഡിൻ്റെ ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കാണ്. സോ ഇപ്പോൾ ഒരു ഷവർമ ആണെന്നുണ്ടെങ്കിൽ ആ ഷവർമ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈവൻ ദോ നിങ്ങൾ ഭാവിയിൽ ഒരു ഷെഫിനെ വെച്ച് പല സ്ഥാപനങ്ങൾ തുടങ്ങിയാണെങ്കിൽ പോലും ഈ ഷവർമ എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ എൻഡ് ടു എൻഡ് മേക്കിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇത് നിങ്ങൾക്ക് മാനേജബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സൈഡിൽ ലീഡ് ചെയ്യുക. സോ ഇഫ് നീഡഡ് യു ക്യാൻ ഹയർ സം വൺ ഇഫ് നീഡഡ്. ആൻഡ് ഓൾസോ ക്യാഷിങ്ങിലോ ബില്ലിങ്ങിലോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആൾക്കാരെ ഹയർ ചെയ്യുക. ആൻഡ് ആവശ്യമുണ്ടെങ്കിൽ യു ഷുഡ് ഹയർ, നെവർ ഹെസിറ്റേറ്റ് ടു ഹയർ. ബിക്കോസ് ആ ഒരു കേസിൻ്റെ പേരിലായിരിക്കും നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ എന്ത് ചെയ്യണത്, ഷട്ട് ഡൗൺ ചെയ്യണത്. അപ്പോൾ ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹയർ ചെയ്തിരിക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഹയർ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും അതിനനുസരിച്ച് റേസ് ചെയ്യാൻ നോക്കണം. കാരണം എന്താ, സ്റ്റാഫിന് സാലറി കൊടുക്കണം. ആ സാലറി ഇൻറ്റു 6 മന്തിനേക്കുള്ള സാലറി നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാറ്റി വെക്കണം. പക്ഷേ ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഹയർ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് തേർഡ്ലി, നിങ്ങൾ ഈ ലൊക്കേഷൻ പോയി അന്വേഷിച്ചെടുത്ത് ഉള്ള സ്ഥലത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ്, പെർമിഷൻ ടു സ്റ്റാർട്ട്. ഇപ്പോൾ ഫുഡ് ബിസിനസ്സിനാണെന്നുണ്ടെങ്കിൽ FSSAI പോലത്തുള്ള ലൈസൻസ് എഗ്രിമെൻറ്റ്സ്, പെർമിറ്റ്സ്, NOC അതുപോലുള്ള കാര്യങ്ങൾ, ലീഗൽ കോംപ്ലയൻസസ് ഒക്കെ പൂർത്തീകരിക്കുക. ദെൻ ലാസ്റ്റ്ലി ഓപ്പൺ ദി ബിസിനസ്. കൂടുതലൊന്നും ചിന്തിക്കാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടിക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷിക്കാതിരിക്കുക. ആക്ച്വലി ജസ്റ്റ് സ്റ്റാർട്ട് ദ ബിസിനസ്. നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി വൈസ് പക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ
അത് അടിപൊളിയായിട്ട് ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ റൈറ്റ് ലൊക്കേഷനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ 90% ഞാൻ അഷ്യൂരിറ്റി തരാം, ഈ ബിസിനസ് ഫെയിൽ ആവാനുള്ള ചാൻസിനേക്കാളും കൂടുതൽ എന്തായാലും ഈ ബിസിനസ് സക്സസ്ഫുൾ ആവാനായിരിക്കും. അല്ലെങ്കിൽ ഈ ബിസിനസ് സക്സസ് ആവാനാണ് ഫെയിൽ ആവാനുള്ളതിനേക്കാളും ഒരു 70% ചാൻസസ്. സോ ഇഫ് യു ആർ ഗിവിംഗ് ദ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, if you are delivering it on the right time with good quality, with better marketing and also എന്താ പറയുക കൺസിസ്റ്റൻസിയിൽ നിങ്ങളിത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ആൻഡ് ഓൾസോ ലൊക്കേഷൻ മാറ്റേഴ്സ് ഫോർ സർട്ടൻ ബിസിനസ്, ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 70-75% നിങ്ങളുടെ വിന്നിങ് ചാൻസസ് ആർ ഹൈ. ആൻഡ് നോളജ് വൈസിൽ ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ ഈവൻ ദോ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ അക്കൗണ്ടിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ബേസിക് ഫൈനാൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തെ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് ഇൻറ്റു 6 മന്തിനേക്കുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വരവ് ചെലവുകളിൽ കുറച്ചൊരു ബേസിക് ധാരണ ഉണ്ടായിരിക്കുക. പിന്നെ കുറച്ച് പഠിച്ചിരിക്കേണ്ട ആസ് എ ബിസിനസ് ഓണർ പഠിച്ചിരിക്കേണ്ട വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചും അതുമായിട്ടുള്ള ബേസിക് ഐഡിയാസ്, ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് എന്തായാലും ചെയ്യുക. കാരണം ബേസിക് ഫൈനാൻസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്.